ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോർജിയയിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. നല്ല അടിപൊളി വീഡിയോസാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിട്ടുള്ള വീഡിയോസാണ് ഇന്ന് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പോകുന്നത് ബാക്കുറാനി ബോർജോമി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് ടിബിൽസിയിൽ നിന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ സ്റ്റേ നമുക്ക് ബോർജോമിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരുവിധ ഐറ്റംസൊക്കെ ഇന്നുണ്ട്. ചില 2-3 ഐറ്റംസ് മാത്രമേ ഇന്ന് പുതുതായി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് സാൽമൺ ഫിഷ് ഒന്ന് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് നമ്മളൊക്കെ കുക്ക് ചെയ്തിട്ടല്ല കഴിക്കാറ്. ഇത് കുക്ക് ചെയ്യാതെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ചെറിയ ജ്യൂസാണ്, അതുപോലെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫെല്ലു പിന്നെ അവൾ സ്ഥിരം കഴിക്കണം, അവളുടെ ചോക്കോസും പാലും തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ബ്രെഡും ബാക്കിയൊന്നും അവളങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെയും വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കറക്റ്റ് 9 മണിക്ക് തന്നെ നമ്മുടെ എത്തി നമ്മൾ പുറത്ത് പോകാൻ. റഷ്യ അവര് ഇതേപോലെ മിക്ക ഓൾഡ് പണികൾ ഇവിടെ റഷ്യ ചെയ്തയാ. നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാരന്മാർ ചെയ്യുന്നില്ലേ പണ്ട് കാലത്ത് റഷ്യ ചെയ്ത. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമുക്കിതുപോലെ സ്നോൻ്റെ ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. നമ്മൾ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് പോകുന്നത് ബക്കുറാനി ബക്കുറാനി പോയിട്ട് ഇന്ന് നമ്മൾ സ്നോ ആക്ടിവിറ്റീസ് എല്ലാം കളിക്കാം ചെയ്തിട്ട് നാളെ നമുക്ക് ബോർജോമി സെൻട്രൽ പാർക്കിൽ പോയിട്ട് നേരെ സ്റ്റാലിൻ മ്യൂസിയം, ദെൻ ജുവാരി ചർച്ച്, തിരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ഗ്രേപ്സ് വളർത്തിയത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊക്കെ നന്നായിട്ട് കരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ടൈം വരുന്നത്. പക്ഷേ ആ ടൈമിൽ ഇപ്പോൾ സ്നോ ഉണ്ടാവില്ല എന്നാണ് പറയണത്. ടിബിൽസിയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ബോർജോമി ബക്കുറാനി എന്ന് പറഞ്ഞ പ്ലേസിലിട്ട് പോണ വഴിക്ക് നമുക്ക് റോഡിൻ്റെ 2 സൈഡിൽ ഇതേപോലെ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി കാരണം ഞങ്ങൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഫോൺ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെർലിൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ ബാക്കിയുണ്ട് എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. നല്ല വീഡിയോ ഇല്ലേ? അങ്ങനെ നമ്മൾ ബക്കുറാനിയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കേബിൾ കാർ, അതുമാതിരി സ്നോ ഡ്രൈവ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ.
ആദ്യമായിട്ട് മഞ്ഞിൽ കാല് കുത്താൻ പോണ വീഡിയോ ആണ് കേട്ടത്. കേബിൾ കാറിലോട്ടുള്ള ക്യൂ ആണ് കാണുന്നത് കേട്ടോ. ഈ ടൈമിൽ ഇവിടുത്തെ ലോക്കൽസ് സ്നോ ബോർഡിംഗ് ഒക്കെ ചെയ്യാൻ വരുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങിയിട്ട് പിന്നെ വീണ്ടും അവിടെ നമ്മൾ കേബിൾ കാറിൽ അടുത്തൊരു സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങണം. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോവുക കേട്ടോ. നമ്മളതിൽ കയറിയിട്ട് മുകളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അത് നമുക്ക് എങ്ങനെ ഇത് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. കാരണം അത്രയും നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമായിരുന്നു കേട്ടോ. താഴെ കാണല്ലേ കുട്ടികളൊക്കെ സ്കേറ്റിങ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിങ്ങനെ പോകുമ്പോൾ എങ്ങനെ എനിക്കത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്കത് നേരിട്ട് കാണുമ്പോൾ നമുക്കത് നേരിട്ട് കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. മഞ്ഞ് കിടക്കുന്നതിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ പൈൻ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈൻ മരത്തിൻ്റെ താഴെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാനായി. പിന്നെ അപ്പം തന്നെ നമുക്ക് അടുത്ത കേബിൾ കാറിൽ കയറിയിട്ട് പിന്നെ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഇറങ്ങണം കേട്ടോ. ഇതിൽ സൗണ്ട് കേട്ടിട്ട് നിങ്ങളൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കാരണം ആദ്യമായിട്ട് ഫസ്റ്റ് മഞ്ഞ് കണ്ടവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ കേബിൾ കാറിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ 4 സൈഡിലും മഞ്ഞ് മലകളാണ് കേട്ടോ. നമ്മൾ ശരിക്കും എന്താ പറയുക ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ. ഇപ്പോൾ നേരിട്ടിട്ട് ആദ്യമായിട്ടാണ്. താഴെ കാണുന്നത് അതൊരു പോണ്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഐസ് കാരണം അത് ഉറച്ചിരിക്കുകയാണ്. നോർമൽ ടൈമിൽ അതിൽ നന്നായിട്ട് വെള്ളം നോക്കുന്നതാണ്. ഇപ്പോൾ ഐസായി കാരണം കുറച്ചിരിക്കും.
അങ്ങനെ നമ്മുടെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ കേട്ടോ. ഒരുപാട് കേബിൾ കാർ ഇതേപോലെ ഇങ്ങോട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കേക്കണില്ല അവര്. ഇത് ശരിക്കും നമ്മൾ കണ്ട ശരിക്കും മനസ്സറിഞ്ഞ് ആസ്വദിക്കണം. എവിടെ എവിടെ വീണേ? ഹലോ അറബ് പറഞ്ഞേ എല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ മുകളിലും അതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് സ്നോ ഒക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്നോ ആക്ടിവിറ്റി ചെയ്യാൻ പോണതിന് മുന്നേ നമ്മൾ ഇന്നലെ വാങ്ങിച്ച സ്നാക്സൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ എടുത്ത് കൊടുക്കുകയായിരുന്നു. ഞങ്ങളും കഴിച്ചിട്ടോ. ചേച്ചി കൂടുതൽ കൊടുക്കണ്ട, മിനിമം അത് ഒരു മിനിമം രീതിക്ക് കൊടുക്കും. പയ്യെ പോയത് ചേട്ടാ. ബിഗ് ബിഗ് ബേബീസ് അതാണ് ബേബേ. അങ്ങനെ ബക്കുറാനിയിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനി ബോർജോമയിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് നമുക്കിതുപോലെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് നമുക്ക് നമ്മൾ ഇന്ത്യൻ മണിയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ. നല്ല എക്സ്പെൻസാണ് ഇവിടെ. ഫുഡിനായാലും ഒക്കെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ. ഇറച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങളുടെ പൈസ കിട്ടുമ്പോൾ ഇവിടെ പിടിക്കും. ഇതിൽ കാണുന്ന ഒരു ഫ്രൂട്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് കക്ക ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അതൊക്കെ ഉണങ്ങി നിൽക്കുന്ന ടൈമാണ്. ആപ്പിള്, ഗ്രേപ്സ്, കക്ക ഫ്രൂട്ട്, പൊമഗ്രനേറ്റ് ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ. ഇതൊക്കെ ശരിക്കും ഇതിട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്നോയുള്ള ഏതെങ്കിലും പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും ഏത് പ്ലേസിലാണ് പോയിട്ടുള്ളത് വെച്ചെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലെ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ.
വെച്ചിട്ട് ചേട്ടൻ ഒരു കേബിൾ കാറിൽ ഡ്രോപ്പ് ചെയ്യും. ചേട്ടാ ആ കേബിൾ കാർ വഴി താഴെ വന്നാൽ മതി, ഞാൻ താഴെ കാണും. ഇത് കണ്ടോ, ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ. വീഡിയോയിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്കതിൽ ഇറങ്ങിയിട്ട് എന്താ പറയുക, ചാടി കളിക്കാൻ തോന്നുന്നു അറിയില്ല, അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾ ഇവരെ വീടുകൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അധികം എക്സ്പെൻസ് ഇല്ലാത്ത വീടുകളാണ് കേട്ടോ ഇവിടെ. പക്ഷേ അവർ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അധികം പുറത്തൊക്കെ അവർ ഷീറ്റിട്ടുള്ള വീടുകളാണ് അധികം ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഓരോ ടൈമിലും സ്നോ വീഴ്ച കഴിഞ്ഞാൽ ഇവർ ഷീറ്റ് മാറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളെ നാട്ടിലും വേണമെങ്കിൽ മറ്റേ ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ അതൊക്കെ ഇതൊക്കെ ചെറിയൊരു ഉപയോഗം. ഇപ്പോൾ നമ്മൾ ഏകദേശം ബോർജോമി എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ കൂടെ ഇനി ഗൈഡായിട്ട് വരുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. നമുക്ക് ഇനിയുള്ള യാത്ര നമ്മൾ ബഗ്ഗിയിലാണ് കേട്ടോ. ബഗ്ഗിയിലാണ് ഇനിയുള്ള ഡ്രൈവ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മമ്മൂക്ക. അപ്പോൾ നമുക്ക് മെർലിൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മമ്മൂക്കാൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇനി ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷയുടെ ഒക്കെ ഒരു പോലെ തോന്നിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ബഗ്ഗിയിൽ താഴത്തേക്കുള്ള ഒരു റോഡ് ഭയങ്കര ഒരു റിസ്കി റോഡാണ്. പക്ഷേ അത് കഴിഞ്ഞെത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ താഴത്ത് കുറച്ച് വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ താഴെ നിർത്തി തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ നമുക്ക് ഏറ്റവും സങ്കടമായത് എന്താണെന്നറിയോ, ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ 2 പേരുടെയും ഫോണിൻ്റെ ചാർജ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പെട്ടെന്ന് ഫോണിലെ ചാർജ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പണി കിട്ടിയത്.
ബഗ്ഗിയിൽ അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 സൈഡിലും പൈൻ മരങ്ങളാണ്. ഒരു സൈഡിലും നല്ല താഴത്തേക്ക് നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ഒരു സൈഡ് നോർമലാണ്, ഒരു സൈഡ് നല്ല താഴ്ച ഉണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇതിൽ കൂടെ പോവാൻ. ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോസ് വരെ നമുക്ക് നമ്മുടെ ഫോണിലെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ തന്നെ പിന്നെ ഫോണൊക്കെ ഓഫായി. ഇത് എന്നിട്ട് അവിടെ നമുക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു, അവിടെ ചെന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് വീഡിയോസ് എടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാ കേട്ടോ. ഒരുപാട് നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോണ് ചതിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് നമുക്ക് ബാറ്ററി നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പവർ ബാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ. മമ്മൂക്കാനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ മമ്മൂക്ക നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. കാരണം പൊതുവേ ഈ നാട്ടുകാരിലുള്ള ആൾക്കാർ ഭയങ്കര ദേഷ്യക്കാരാണെന്ന് നമ്മൾ അറിഞ്ഞത്. അവർക്കൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് 10 മിനിറ്റിലപ്പുറം നമ്മൾ ടൈം എടുത്താൽ ഭയങ്കര ദേഷ്യമാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മളോടത്ത് മമ്മൂക്ക 15 മിനിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ 15 മിനിറ്റിൻ്റെ മുകളിലൊക്കെ എടുത്ത് മമ്മൂക്ക ഇനിയും നിന്നോളാനാണ് പറഞ്ഞത്. അത്രയൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ മമ്മൂക്ക നമ്മുടെ അടുത്ത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫോൺ ഓഫായി പോയി എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് എടുത്തുന്നത് മമ്മൂക്കായുടെ ഫോണിലാണ് കേട്ടോ. നമുക്ക് ഫോൺ തന്നിട്ട് നിങ്ങൾ വീഡിയോസ് എടുത്തോ, ഞാൻ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കായുടെ ഫോണിലാണ് നമ്മൾ ഈ ലാസ്റ്റ് 2 വീഡിയോസ് എടുത്തത് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മളെ മമ്മൂക്ക ഡ്രോപ്പ് ചെയ്തത് ഒരു കേബിൾ കാറിൻ്റെ അടുത്താണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ത്തിട്ട് പോകുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നിന്ന കാരണം നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഏകദേശം ഈവനിങ് ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാട്ടോ കഴിക്കുന്നത്. ബോർജോമിയിലുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ള ഹോട്ടലിലെത്തി കേട്ടോ. ഹോട്ടൽ ബോർജോമി ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഇതിൻ്റെ നെയിം വരുന്നത്. ഇന്നത്തെ വീഡിയോസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി ഹോട്ടലിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.